വിദ്യാർത്ഥികളും യുവജനങ്ങളും ദില്ലിയിൽ നടത്തിയ ഒരു മാസം നീണ്ടുനിന്ന സമരം അവസാനിച്ചു. എല്ലാ ആവശ്യങ്ങളും മന്ത്രിയുടെ രാജി ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ നടപ്പാക്കാൻ സമയമെടുക്കും എന്നതുകൊണ്ടും അതിന് സമയം നൽകണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചതും മാനിച്ചു സമരം പിൻവലിക്കുന്നു എന്ന് CJP നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് സംഘടനകളും സമരത്തിലുള്ള മറ്റ് സംഘടനകളും സമരം അവസാനിപ്പിച്ചു. എന്നാൽ മലയാള സിനിമയിൽ ഈ സമരമുണ്ടാക്കിയ ഭിന്നിപ്പ് അല്ലെങ്കിൽ ചർച്ച അത്ര പെട്ടെന്നൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ആദ്യം വെടിപൊട്ടിച്ചത്, അപ്രതീക്ഷിതമായി വെടിപൊട്ടിച്ചത് എന്ന് വെച്ചാൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് വിസ്മയ മോഹൻലാലാണ്. ആരും പ്രതീക്ഷിച്ചില്ല. യുവനടിയിൽ നിന്ന് ആദ്യ ചിത്രം, വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യ ചിത്രം പുറത്തിറങ്ങാൻ ഇരിക്കുന്നതേയുള്ളൂ. അപ്പോൾ ഇത്ര ധീരമായ ശബ്ദത്തിൽ പ്രതികരിക്കുമെന്ന്. എന്താണ് വിസ്മയ മോഹൻലാൽ പറഞ്ഞത്? സ്വന്തം പൗരന്മാരോട് ഒരു ജനാധിപത്യ രാജ്യം പ്രതികരിക്കേണ്ടത് ഇങ്ങനെയോ എന്ന ചോദ്യമാണ് വിസ്മയ മോഹൻലാൽ ഉയർത്തിയത്, സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്. വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു വിസ്മയ മോഹൻലാലിന്. അതേസമയം മോഹൻലാൽ ഇതുവരെ ഒരക്ഷരം സമരത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്നതുകൂടി ഓർക്കണം. ഏറ്റവും ഒടുവിൽ വിസ്മയ മോഹൻലാൽ അഭിനയിച്ച സിനിമ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് സംഘപരിവാർ വലിയ തോതിൽ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എതിർ പ്രചാരണവും നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അലയൊലികൾ കുറച്ചു കാലം കൂടി കേരളത്തിൽ സിനിമാ ലോകത്ത് നിൽക്കും എന്നത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നടന്നത് പേളിമാണിയിൽ നിന്നാണ്. നടിയാണ്, ഇൻഫ്ലുവൻസറാണ്. പേളിമാണി സമരത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. എൻ്റെ നിറം, എനിക്കിഷ്ടപ്പെട്ട നിറം കാവി നിറമാണ് എന്ന് വരെ പറഞ്ഞു വെച്ചു. കുറിപ്പിൻ്റെ ആദ്യ വാചകങ്ങളിൽ പൊതുവായി സമരത്തെ അനുകൂലിക്കുന്നുണ്ട് എങ്കിലും അവസാനമാകുമ്പോഴേക്കാണ് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് പുറത്തായത്. സമരം അവസാനിപ്പിച്ച് സമരക്കാർ വീട്ടിലേക്ക് മടങ്ങണം എന്നാണ് പേളിമാണി ഉപദേശിച്ചത് സമരക്കാരെ. വലിയ വിമർശനത്തിന് ഇടയാക്കി ഈ പരാമർശം. പേളിമാണിയെ വിമർശിച്ചുകൊണ്ട് സിബി മലയിലിൻ്റെ മകൻ സിബി മലയിൽ രംഗത്ത് വന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് സിബി മലയിലിനെ തന്നെ വിമർശിച്ചുകൊണ്ട് പേളിമാണി രംഗത്ത് വന്നു. പേളിമാണി പറഞ്ഞത് പരാജയപ്പെട്ട സിനിമാക്കാരൻ എന്നാണ്. പരാജയപ്പെട്ട സിനിമാക്കാരൻ എൻ്റെ അച്ഛനാണ് എന്നും എൻ്റെ പിതാവാണ് എന്നും എന്നെ എൻ്റെ പിതാവ് വളർത്തിയത് ധീരതയോടെ ആണ് എന്നും നിന്നെപ്പോലെ ഭീരുവായിട്ടല്ല എന്നും പറഞ്ഞ് വീണ്ടും ചർച്ച കൊഴുത്തു. സിബി മലയിൽ പേളിമാണിക്കെതിരെ രംഗത്ത് വന്നു. അവസാനം പേളിമാണിക്ക് പിൻവലിച്ച് ഓടേണ്ടി വന്നു ആ പോസ്റ്റ്. അതും ഇനിയും ചർച്ചകൾ നടക്കും എന്ന കാര്യം സംശയമില്ല. ഇപ്പോൾ പേളിമാണിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പിന്തുണ നൽകിയവർ, ഫോളോവേഴ്സ് പിന്തുണ പിൻവലിച്ചു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 5.7 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന പേളിമാണിയുടെ ഫോളോവേഴ്സിൽ 2, 3, 4 ലക്ഷം പേർ പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നു. അതോടൊപ്പം പേളിമാണിക്ക് വേണ്ടി സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചാരണം തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് ഏറെ നാൾ അത് നീണ്ടു നിൽക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നടന്നത് നടൻ കൃഷ്ണകുമാറും അഹാന കൃഷ്ണകുമാറുമാണ്. നടൻ കൃഷ്ണകുമാർ സമരത്തെ വിമർശിച്ച് രംഗത്ത് വന്നു. കാശ്മീരിലെ കല്ലേറ് നിർത്താൻ കഴിയുമെങ്കിൽ പിന്നെയാണോ ഡൽഹി എന്ന ചോദ്യവുമായാണ് കൃഷ്ണകുമാർ രംഗത്ത് വന്നത്. കൃഷ്ണകുമാറിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അഹാന കൃഷ്ണകുമാർ സമരത്തിന് പിന്തുണ അർപ്പിച്ച് രംഗത്ത് വന്നു. അതും വലിയ ചർച്ചയായി. ഒരു കുടുംബ പ്രശ്നം എന്ന നിലയിൽ അത് അവിടെ നിൽക്കും. സാമൂഹ്യമായി അത് വലിയ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയില്ല എന്ന്. അതോടൊപ്പം വലിയ പിന്തുണയാണ് സമരത്തിന് സെലിബ്രിറ്റികളിൽ നിന്ന്, സിനിമാ നടന്മാരിൽ നിന്ന്, സംഗീത സംവിധായകരിൽ നിന്ന്, പാട്ടുകാരിൽ നിന്ന്, ചിത്രകാരന്മാരിൽ നിന്ന് കേരളത്തിൽ നിന്ന് ലഭിച്ചത് എന്നോർക്കണം. മഞ്ജു വാര്യർ, മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത്, ആസിഫ് അലി, മഞ്ജു വാര്യർ, പൃഥ്വിരാജ് തുടങ്ങി പ്രമുഖരായ നടന്മാർ രംഗത്ത് വന്ന് സമരത്തെ പിന്തുണച്ചുകൊണ്ട്. അതോടൊപ്പം എതിർത്ത് രംഗത്ത് വന്നത് 2 പേരാണ്. ഒന്ന് മേജർ രവിയും പേളിമാണിയും. മേജർ രവി വിസ്മയ മോഹൻലാലിനെതിരെയാണ് രംഗത്ത് വന്നത്. വിസ്മയ മോഹൻലാലിന് രാഷ്ട്രീയം അറിയില്ല എന്ന പരാമർശം അത് വലിയ ചർച്ചയായി മാറുകയും അതോടൊപ്പം സമരക്കാർക്കെതിരെ മോശമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു മേജർ രവി. സ്വാഭാവികമായും മേജർ രവിക്കെതിരെ വലിയ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. മേജർ രവി പ്രഖ്യാപിത BJP-കാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ അതിശയമൊന്നും വേണ്ട. പക്ഷേ വിസ്മയ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞതാണ് ചർച്ചയായി മാറിയത്. ആ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ തന്നെയാണ് പരസ്യമായി രംഗത്തിറങ്ങിയ സെലിബ്രിറ്റികൾ, പ്രക്ഷോഭങ്ങളോടൊപ്പം ചേർന്ന സെലിബ്രിറ്റികളുമുണ്ട്. വേടൻ, ജോജു ജോർജ്, ആഷിഖ് കപൂർ, സാജൻ പള്ളുരുത്തി, ശ്രീകുമാർ, സ്നേഹ ശ്രീകുമാർ
അങ്ങനെ പോകുന്നു ആ നിര നീണ്ടു എന്ന് വെച്ചാൽ മലയാള സിനിമ അല്ലെങ്കിൽ മലയാളത്തിലെ കലാകാരന്മാർ ഒന്നടങ്കം സമരത്തെ പിന്തുണച്ച് രംഗത്ത് വന്നു എന്നോർക്കണം. അപ്പോഴും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ ചർച്ച, സിനിമാ മേഖലയിലുണ്ടായ ഈ ചർച്ച ഇനിയും തുടരുമെന്ന കാര്യം സംശയമേ ഇല്ല. പരസ്പരം ചളിവാരി എറിഞ്ഞും സോഷ്യൽ മീഡിയയിൽ ലൈക്കുകൾ നൽകിയും നൽകാതെയും ഒക്കെ അത് ഇനിയും തുടരും. കുറച്ച് ദിവസം കൂടി ഈ അലയൊലി മലയാള സിനിമാ ലോകത്തും ഉണ്ടാകും.